Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. 1 കുടം വെളുത്തുള്ളി, 1 ഇടത്തരം ഇഞ്ചി, ഇത്രയും കൂടെ എണ്ണ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ: കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. ഇനി ഈ ബീഫ് ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. പൊടികളും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബീഫ് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം വേവിച്ചെടുത്താലും മതി. പക്ഷെ ഞാൻ അങ്ങനെ വെക്കുന്നില്ല, ഞാൻ നേരിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പേസ്റ്റ് അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ബീഫിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, അതും കൂടെ ഇറങ്ങി ബീഫ് നന്നായിട്ട് വെന്തോളും. ഓരോ കുക്കറിന്റെ അനുസരിച്ച് വേവുന്ന സമയം വ്യത്യാസം കാണും. ഞാനിപ്പോൾ ഇതൊരു 2 വിസിൽ വരുന്നിടം വരെയാണ് വേവിക്കാനായിട്ട് പോകുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത്. അപ്പം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3-4 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ഇടാവുന്നതാണ്. ഇതിലേക്ക് സവോളയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവോള വഴണ്ട് വരുന്നുണ്ട്. സവോള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണേ. ഇപ്പോൾ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തുറന്നു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പം ബീഫിലെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബീഫ് സവോള വഴറ്റി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറുത്തെടുക്കണം. ഇപ്പൊ ഇത് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കറുപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് തേങ്ങാക്കൂത്ത് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ സവോള വഴറ്റുന്നതിന് മുമ്പ് ആദ്യം തേങ്ങാക്കൂത്തിട്ട് വഴറ്റിയിട്ട് വേണം സവോള ഇടാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ബീഫ് അങ്ങ് വല്ലാതെ അങ്ങ് മൂത്തു പോകും. ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയൂടെ ഇതിന്റെ മുകളിൽ വിതറാം. ഇങ്ങനെ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല കുരുമുളകിന്റെ രുചിയൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.